നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 33. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബാണയുദ്ധത്തെക്കുറിച്ചാണ്. അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയുടെ 100 പുത്രന്മാരിൽ ഏറ്റവും മുമ്പനും വമ്പനുമായിരുന്നു ബാണൻ. വരബലത്താൽ അവന് വാരിജോത്ഭവനിൽ നിന്നും ദീർഘായുസ്സും ദീർഘകാല സൗഭാഗ്യവും ലഭിച്ചിരുന്നു. കൃതയുഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരയുഗത്തിലും ജീവിക്കുകയാണ്. ശോണിതപുരമെന്ന ഒരു മഹാനഗരിയുണ്ടാക്കി അവിടെ ദാനവേന്ദ്രൻ അതുല്യ പ്രഭാവത്തോടെ വാണരുളി. ബാണൻ വലിയ ഒരു ശിവഭക്തനായിരുന്നു. അവൻ കൈലാസത്ത് പോയി പാർവതീരമണ പൂജ നടത്തി അദ്ദേഹത്തിന്റെ നടരാജ നൃത്തം മനസ്സിൽ കണ്ടുകൊണ്ട് അതിൻ്റെ താളത്തിനനുസരണമായ വിധം മുരച്ചുവാദ്യം മുഴക്കി തപസ്സനുഷ്ഠിച്ചു. ഭക്തവത്സലനായ ശർവൻ അത് കണ്ട് സന്തോഷിച്ച് പ്രത്യക്ഷപ്പെട്ട് അവന് 1000 കരങ്ങളുണ്ടാകട്ടെ എന്നനുഗ്രഹിച്ചു. അതിനു പുറമെ മറ്റൊരു വരം കൂടി അവൻ ചോദിച്ചു. പരമശിവൻ പാർവതീ സമേതം പരിവാരങ്ങളോടുകൂടി അവൻ്റെ കോട്ടവാതിൽക്കൽ നിത്യവും കാവൽ നിൽക്കണം. അതായിരുന്നു അവൻ ചോദിച്ച വരം. ഭക്തൻ ചോദിക്കുന്ന വരം ഭക്തവത്സലന് കൊടുക്കാതെ നിവൃത്തിയില്ല. ആയതിനാൽ ആ വരവും ഗിരിജാവല്ലഭൻ ബാണന് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ മഹാദേവൻ സ്കന്ദ ഗണേശാദി നന്ദനന്മാരോടും ഭൂതഗണങ്ങളോടും കൂടി അംബികാസമേതം അസുരാധിപന്റെ ഗോപുര കാവൽക്കാരനായി തീർന്നു. ദൈവമാണെങ്കിലും ആലോചനയില്ലാതെ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ദുർമധാന്തനായി തീർന്ന ബലിസുതൻ ഒരു ദിവസം അന്ധകാന്തകനോട് പറഞ്ഞു, നിന്തിരുവടി അനുഗ്രഹിച്ചു നൽകിയ ഈ 1000 ബാഹുക്കളും ഇന്ന് എനിക്കൊരു ഭാരമായി ഭവിച്ചിരിക്കുന്നു. മറ്റൊന്നും കൊണ്ടല്ല, എന്നോടെതിരിടുവാൻ ഈ ത്രിഭുവനത്തിലും ഇനിമേൽ ആരും ഉണ്ടാവുകയില്ലല്ലോ എന്നോർത്താണ്. യുദ്ധം ചെയ്യാതെ കരങ്ങൾ കൊണ്ട് വീരന്മാർക്ക് എന്തു പ്രയോജനം? ആ കരങ്ങൾ അവർക്കൊരു ഭാരം തന്നെയായിരിക്കും. ദൈത്യാധിപന്റെ ഡംബു നിറഞ്ഞ അഹങ്കാര വചനങ്ങൾ കേട്ട് അമ്പിളിക്കലാധരൻ അരുളി ചെയ്തു, നീ പേടിക്കണ്ട. നിന്റെ മതമടക്കുവാൻ ഒരിക്കൽ ഒരു മഹാപുരുഷൻ ഇവിടെ വരും. നിനക്ക് ഭാരമെന്ന് തോന്നുന്ന ഈ 1000 കൈകളും അദ്ദേഹം വെട്ടിമുറിക്കും. നിന്റെ കൊടിമരം ഒടിയുന്ന ദിവസമായിരിക്കും അദ്ദേഹത്തിന്റെ ആഗമനം. ഭഗവാനെ, അടിയൻ വെറുതെ പറഞ്ഞതാണ്. അടിയന്റെ കരങ്ങൾ വെട്ടിമുറിക്കാൻ ഒരു മഹാപുരുഷൻ ഇവിടെ വരുമെന്നോ? അത്രയ്ക്ക് ശക്തനായ ഒരു പുരുഷൻ ഈ ത്രിഭുവനത്തിൽ ഇപ്പോൾ ജനിച്ചിട്ടുണ്ടോ? എന്നാൽ അതൊന്ന് കാണണം. ഇങ്ങനെ ചൊല്ലി ബലിസൂനു നിർഭയൻ എന്ന മട്ടിൽ നെടിലേക്ഷണന്റെ നേർക്കൊന്നു നോക്കി ചിരിച്ചു. എങ്കിലും അന്ന് മുതൽ അവൻ എന്നും കൊടിമരം ഒടിയുന്നുണ്ടോ എന്ന് രഹസ്യമായി പരിശോധിച്ചു വന്നു. അഹങ്കാര ഗർവിഷ്ഠനായി തീർന്ന ബാണന്റെ മതം കെടുത്തണമെന്ന് മലർബാണതാതനായ മധുവൈരിയും മനസ്സിലുറച്ചിരുന്നു. തനിക്കെതിരായി അവൻ ജരാസന്ധനെ സഹായിക്കാൻ പുറപ്പെട്ടവനാണ്. അത്രയ്ക്ക് അഹമ്മതി അവന് പെരുത്തിരുന്നു. ഏണാങ്കചൂടൻ അവന്റെ പടിവാതിൽ കാവൽക്കാരനാണ്. അതാണ് അവനുള്ള മറ്റൊരു ബലം. കൃഷ്ണൻ സർവവും ആലോചിച്ചു. ബാണന് ഉഷയെന്നു പേരായ ഒരു പുത്രിയുണ്ട്. അവൾ കന്യകയാണ്. സുന്ദരാംഗികളിൽ സുന്ദരീ ധാമമായിരുന്നു അവൾ. തൻ്റെ പുത്രിക്ക് അനുരൂപനായ ഭർത്താവ് ഈ ലോകത്തിൽ ആരാണുള്ളതെന്ന് ബലിസുതൻ പലപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. ഉഷ ദിവസവും രാവിലെ കുളിച്ച് ഭക്തിപൂർവം ഗോപുരവാതിൽക്കൽ വന്ന് സോമചൂഢനെയും സോമനേർമുഖിയായ ഉമാദേവിയെയും വന്ദിക്കുമായിരുന്നു. ഒരു ദിവസം അംബികയെ തൊഴുതുകൊണ്ട് ആ കന്യകാമണി പ്രാർത്ഥിച്ചു, ദേവി ശൈലനന്ദിനി, ദേവിക്ക് പരമശിവൻ എന്നതുപോലെ അനുരൂപനായ ഒരു കാന്തൻ എനിക്കുണ്ടാവാൻ കനിഞ്ഞനുഗ്രഹിക്കണമേ. ഉഷയുടെ പ്രാർത്ഥന ഉമാദേവിയുടെ ഉള്ളത്തെ സ്പർശിച്ചു. ദേവി അനുഗ്രഹപൂർവം കൽപ്പിച്ചു, ബാലേ, നിന്റെ പ്രാർത്ഥനയിൽ ഞാൻ സംപ്രീതയായിരിക്കുന്നു. ഇന്നേക്ക് 3-ാം ദിവസം രാത്രിയിൽ അതിയോഗ്യനായ ഒരു തരുണനെ നീ സ്വപ്നത്തിൽ കാണും. അവൻ നിന്റെ ഭർത്താവായി നിന്നെ ആനന്ദിപ്പിക്കും. ഉഷ മാമല മകളെ തൊഴുതു വന്ദിച്ച് മടങ്ങിപ്പോന്നു. ദേവി കൽപ്പിച്ചതുപോലെ 3-ാം ദിവസം രാത്രിയിൽ
ആ പേശലാങ്കി ഉറങ്ങുമ്പോൾ കുസുമശരസുന്ദരനായ ഒരു യുവാവിനെ സ്വപ്നം കണ്ടു. ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ കഷ്ടം, അനങ്കതുല്യനായ ആ കോമളാംഗൻ അപ്രത്യക്ഷനായിരിക്കുന്നു. ഉഷയുടെ കരച്ചിൽ കേട്ട് ബാണസജീവനായ കുംഭാണ്ഡന്റെ പുത്രി ചിത്രലേഖ എഴുന്നേറ്റു. അവൾ ഉഷയുടെ ഉറ്റ തോഴിയാണ്. സ്വാമിനിയുടെ അടുത്ത് വന്ന് അവൾ ചോദിച്ചു, എന്തു പറ്റി, എന്തിനാണ് കരയുന്നതെന്ന് കാര്യമന്വേഷിച്ചു. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഉഷ സ്വപ്നത്തിൽ കണ്ട സർവ്വ വിവരങ്ങളും തോഴിയെ ധരിപ്പിച്ചു. താൻ കണ്ട യുവാവിൻ്റെ കമനീയ ആകൃതിയെയും അവൾ വർണ്ണിച്ചു. താൻ സ്വപ്നത്തിൽ കണ്ട സുന്ദരനെ പിരിഞ്ഞ് ഒരിക്കലും ജീവിക്കുകയില്ലെന്നും അങ്ങനെ ഒരാളെ ഭർത്താവായി ലഭിക്കുമെന്ന് പാർവതി ദേവി തനിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്നും അവൾ ചിത്രലേഖയോട് പറഞ്ഞു. ഉഷയുടെ വാക്കുകൾ കേട്ട് അണിമാതി അഷ്ടൈശ്വര്യങ്ങൾ തികഞ്ഞവളും ചിത്രലേഖന കലയിൽ അപാര വൈദഗ്ധ്യമുള്ളവളുമായ ചിത്രലേഖ മനസ്സിലെന്തോ ചിന്തിച്ചതിനു ശേഷം ഉഷ വർണ്ണിച്ച മാതിരി ആകൃതിയോടുകൂടിയ ഓരോ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരച്ചു കാണിക്കാൻ തുടങ്ങി. സർവചിത്രങ്ങളെയും ഉഷ നിഷേധിച്ചു. ദേവകുമാരന്മാരുടെയും അഷ്ടദിക്പാലക നന്ദനന്മാരുടെയും പടങ്ങൾ എഴുതി കാണിച്ചു. ഇല്ല, സ്വപ്നപുരുഷനുമായി യാതൊരു സാമ്യവുമില്ല. ഉഷ അവയെയും തള്ളിക്കളഞ്ഞു. പിന്നീട് ചിത്രലേഖ സൂര്യവംശ രാജകുമാരന്മാരുടെ ചിത്രങ്ങൾ എഴുതി കാണിച്ചു. അതും ഫലിച്ചില്ല. ചന്ദ്രവംശ രാജകുമാരന്മാരുടെ പടങ്ങൾ വരച്ചു കാണിച്ചു. അവയ്ക്കൊന്നിനും സാമ്യമില്ല. എന്തൊരു കഥയാണിത്, ചിത്രലേഖ ആലോചിച്ചു. പിന്നെ അവൾ യോഗ്യന്മാരായ മുനികുമാരന്മാരുടെ ചിത്രങ്ങൾ വരച്ചു കാണിച്ചു. ഉഷ അവയെയും നിഷേധിച്ചു. ചിത്രലേഖ പിന്നെ യദുവംശത്തെ പിടിച്ചു. ആദ്യമായി അവൾ ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ചു കാണിച്ചു. ഉഷ പ്രത്യേകം സൂക്ഷിച്ചു നോക്കി. ഏതാണ്ട് സാമ്യമുണ്ടെങ്കിലും പ്രായം കൊണ്ട് യോജിക്കുന്നില്ല. ചിത്രലേഖയ്ക്ക് ധൈര്യമായി. പിന്നീട് അവൾ പ്രത്യുപ്നന്റെ പടം വരച്ചു കാണിച്ചു. ഉഷ അത് വീണ്ടും വീണ്ടും നോക്കി. പൂർണ്ണമായ ആകൃതി അതിൽ തെളിഞ്ഞിട്ടില്ല, എങ്കിലും സാമ്യമുണ്ട്. സ്നേഹമായിയായ മന്ത്രിപുത്രി മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് ഉടൻ തന്നെ പ്രത്യുപ്നപുത്രനായ അനിരുദ്ധന്റെ പടം വരച്ചു കാണിച്ചു. സന്തോഷത്താൽ മതിമറന്ന്, ഇത് തന്നെയാണ് എൻ്റെ രമണൻ, ഇത് തന്നെയാണ് ഞാൻ കണ്ട മന്മഥസുന്ദരൻ എന്ന് പറഞ്ഞ് ഉഷ ആ ചിത്രം തോഴിയുടെ കയ്യിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങി തൻ്റെ മാറോട് ചേർത്തു. ചിത്രലേഖ കൃതാർത്ഥയായി. അവൾ സാന്ത്വന രൂപത്തിൽ പറഞ്ഞു, രാജകുമാരി, മനോവേദന കൂടാതെ കാന്തന്റെ ചിത്രവും നോക്കി ആനന്ദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കൂ. ഞാൻ കുമാരിയുടെ രമണനെ ഇക്ഷണം ഇവിടെ കൊണ്ടുവരാം. മായാവിദ്യയിൽ അദ്വിതീയയായ ചിത്രലേഖ തൽക്ഷണം തന്നെ മായായവനികയിൽ മറഞ്ഞ് ദ്വാരകയിൽ എത്തി. അനിരുദ്ധന്റെ ശയനമുറിയിൽ പ്രവേശിച്ച് നിദ്രാലുവായി കിടന്നിരുന്ന ആ യുവാവിനെ ഉണർത്താതെ തന്നെ മയക്കി അംശത്തിൽ വഹിച്ചുകൊണ്ട് ബാണാത്മജയുടെ മണിയറയിലെ മഞ്ചത്തിൽ കൊണ്ടുവന്ന് കിടത്തി. ദ്വാരകാധിപതി ശ്രീകൃഷ്ണന്റെ പൗത്രനായ അനിരുദ്ധ കുമാരനാണ് ഈ യുവാവ്. ഈ രഹസ്യം കുമാരിയുടെ മനസ്സിൽ ഇരുന്നാൽ മതി. എപ്പോഴും മുൻകരുതൽ ഉണ്ടായിരിക്കണം. അസുരാധിപൻ അറിഞ്ഞാൽ ആപത്തിന് കാരണമാണ് എന്ന വിധം ഉപദേശിച്ച് കുംഭാണ്ഡ നന്ദിനി ഉഷാഗ്രഹം വെടിഞ്ഞ് പുറത്തേക്കിറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ അനിരുദ്ധൻ ഉറക്കമുണർന്ന് തൽപ്പത്തിൽ എഴുന്നേറ്റിരുന്നു. തൻ്റെ സമീപത്ത് സുമുഖിയായ ഒരു തരുണി ഇരിക്കുന്നത് കണ്ട് അവൻ അതിശയിച്ചു. നിമിഷം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷ അവനെ ധരിപ്പിച്ചു. അന്നു മുതൽ സുന്ദരിയായ കാമുകിയും ഒരുമിച്ച് ബാഹ്യലോകവുമായി ഒരു സമ്പർക്കവുമില്ലാതെ അനിരുദ്ധൻ ഗൂഢമായി കന്യാഗ്രഹത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. സ്നാനം, ഭക്ഷണം മുതലായ അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ ഉഷ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി നിർവഹിച്ചു കൊടുത്തു. എല്ലാം പരമ രഹസ്യമായിട്ടായിരുന്നു അവർ നടത്തി വന്നത്. താൻ നിരായുധനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഒരു ദിവസം അവൻ പ്രണയിനിയോട് പറഞ്ഞപ്പോൾ ചിത്രലേഖയുടെ സഹായത്തോടെ ഏതാനും ആയുധങ്ങൾ അവൾ സമ്പാദിച്ച് കാമുകന് സമ്മാനിച്ചു. സുഖിച്ച് ജീവിച്ചു വന്നതിനാൽ കാലം പോയത് ആ യുവമിഥുനങ്ങൾ അറിഞ്ഞില്ല. മന്മഥന്റെ സ്വർഗത്തിലായിരുന്നു അവർ. അവിടെ ദിവസങ്ങൾ ഹ്രസ്വങ്ങളാണ്.
മാസം 3 കഴിഞ്ഞു. കാലത്തിന്റെ മിനുക്കുപണികൾ ഉഷയുടെ സുഷമയെഴുന്ന ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടു തുടങ്ങി. അന്തഃപുര സ്ത്രീകൾക്കും പരിചാരികമാർക്കും ഉഷയുടെ നടപടിയിൽ സംശയം വർദ്ധിച്ചു. അനാഘ്രാത പുഷ്പമെന്നതുപോലെയുള്ള കന്യകാ ലക്ഷണമല്ല അപ്പോൾ അവളിൽ ദൃശ്യമായത്. കന്യകയായ അവൾ ഗൂഢമായി പുരുഷ സംസർഗം ചെയ്ത് രമിക്കുന്നുണ്ടെന്ന ലക്ഷണങ്ങൾ കൊണ്ട് അവർ ഊഹിച്ചു. ആകെ ഒരു വ്യത്യാസം പെണ്ണിന് വന്നുകൂടിയിട്ടുണ്ടെന്ന് എല്ലാവരും തീരുമാനിച്ചു. അവളുടെ ശോണാധരങ്ങളിലും പൂന്തിങ്കൾ വദനത്തിലും കുളിർ കൊങ്കദ്വയങ്ങളിലും ദുർലക്ഷണങ്ങൾ അവർ ദർശിച്ചു. പറഞ്ഞ് ബാണന്റെ കർണങ്ങളിലും ആ സംശയ വാർത്ത എത്തിച്ചേർന്നു. ബദ്ധകോപത്തോടെ ആ അസുരാധിപൻ ഉഷാഗൃഹത്തിന്റെ കാവൽക്കാരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഭയാകുലരായി അവർ പറഞ്ഞു, സുന്ദരനായ ഒരു യുവാവിനെ രാജകുമാരിയുടെ മണിയറയിൽ ഇടയ്ക്കിടെ അടിയങ്ങൾ കാണാറുണ്ട്. കണ്ടതും കേട്ടതും വിളിച്ചു പറഞ്ഞാൽ ആപത്താകുമല്ലോ എന്ന് ഭയപ്പെട്ട് അടിയങ്ങൾ മിണ്ടാതിരുന്നതാണ്. ആ ദാനവേന്ദ്രൻ തൽക്ഷണം തന്നെ ഉഷാഗൃഹത്തിൽ ഒളിച്ചിരിക്കുന്ന അധമനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുവാൻ ഭടജനങ്ങളോട് ആജ്ഞാപിച്ചു. അവർ ആയുധപാണികളായി കന്യാഗൃഹത്തിൽ പ്രവേശിച്ച് അനിരുദ്ധനുമായി നേരിട്ടു. ഏകനായി നിന്ന് സമരം ചെയ്ത് ആ ഭടജനങ്ങളെ മുഴുവനും കൃഷ്ണപൗത്രൻ കൃതാന്തപുരിയിലേക്ക് അയച്ചു. അത് കേട്ട് കോപിഷ്ഠനായ ബാണൻ സമർത്ഥന്മാരായ യോദ്ധാക്കളും ഒരുമിച്ച് ഉഷയുടെ അന്തഃപുരത്തിൽ കടന്ന് അനിരുദ്ധനുമായി യുദ്ധം ആരംഭിച്ചു. വളരെ നേരം പോരാടിയിട്ടും ആ യാദവ വീരശിഖാമണിയെ കീഴ്പ്പെടുത്തുവാൻ ബാണന് കഴിഞ്ഞില്ല. ഒടുവിൽ കപടമായ മായായുദ്ധം ചെയ്ത് നാഗപാശത്താൽ ആ യുവാവിനെ ബലിസൂനു ബന്ധിച്ചു. ഈ സമയം അശ്രുപൂർണ നയനയായി ഉഷ മുമ്പോട്ട് വന്ന് പിതാവിനോട് അപേക്ഷിച്ചു, അച്ഛാ, സർവ അപരാധവും എൻ്റെയാണ്. ഞാനാണ് അദ്ദേഹത്തെ ആളയച്ച് ഇവിടെ വരുത്തിയത്. അദ്ദേഹം നിരപരാധിയാണ്. അപരാധിയെ രക്ഷിക്കുകയും നിരപരാധിയെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് മഹാബലിപുത്രനായ അച്ഛന് ധർമ്മമാണോ? എന്ത് ശിക്ഷ വേണമെങ്കിലും അച്ഛൻ എനിക്ക് നൽകിക്കൊള്ളൂ, ഞാൻ സഹിക്കാം. അനവധി വീരയോദ്ധാക്കളോടും കൂടി ഏകനായ അദ്ദേഹത്തെ മായാരണം നടത്തി നാഗപാശം കൊണ്ട് ബന്ധിച്ചത് ബലിവംശ ധർമ്മമാണോ അച്ഛാ? പുത്രിയുടെ ദയനീയ വാക്കുകൾ കേട്ട ഭാവം പോലും വയ്ക്കാതെ ബാണൻ അനിരുദ്ധനെ കാരാഗൃഹത്തിലിട്ട് പൂട്ടുവാൻ കൽപ്പിച്ചു. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ആ കുമാരൻ പിതാമഹനായ പീതാംബരനെ ധ്യാനിച്ച് വാഹനമായ ഗരുഡനെ വിചാരിച്ചപ്പോൾ ആ പക്ഷിപ്രവരൻ പ്രത്യക്ഷപ്പെട്ട് നാഗപാശം കൊത്തി അഴിച്ചു കളഞ്ഞു. ബാക്കി നമുക്ക് നാളെ പറയാം.